നമസ്കാരം, ഞാൻ വിനീത് മംഗലത്ത്. 2026 ഫെബ്രുവരി 19 കുംഭമാസത്തിലെ മുപ്പട്ട് വ്യാഴം വരുന്നത്. എല്ലാ മലയാള മാസത്തിലെയും ആദ്യം വരുന്ന വ്യാഴാഴ്ചയാണ് മുപ്പട്ട് വ്യാഴം എന്നറിയപ്പെടുന്നത്. മുപ്പട്ട് വ്യാഴ വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ, അതായത് സന്ധ്യാസമയത്ത് 5 തിരിയിട്ട് വിളക്ക് തെളിയിച്ച് വ്യാഴ മന്ത്രം ജപിക്കുന്നത്, വ്യാഴമന്ത്രമായ ദേവാനാഞ്ച ഋഷീനാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി വ്യാഴമന്ത്രം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും പാൽപായസം വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും വളരെ വളരെ ഉത്തമമാണ്. ജാതകത്തില് വ്യാഴത്തിന്റെ കൂടെ എന്തെങ്കിലും ദോഷഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ, വ്യാഴം സ്വന്തം ക്ഷേത്രത്തിൽ അല്ലാതെ മാറി നിൽക്കുകയാണെങ്കിലും, അങ്ങനെയുള്ള ദോഷഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ വ്യാഴത്തിന്റെ ചൈതന്യത്തെ അത് ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് സർപ്പം നിൽക്കുകയാണെങ്കിൽ ഗുരു ചണ്ഡാല യോഗം നെഗറ്റീവായിട്ടുള്ള ഒരു യോഗമാണ്. വ്യാഴം സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇത് നല്ലതുമാണ്. അങ്ങനെയുള്ള ദോഷസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണെങ്കിൽ ആ ദോഷങ്ങളെല്ലാം മാറ്റിയെടുക്കാനുള്ള ചൈതന്യം, ദൈവാധീനം നിങ്ങൾക്ക് ആർജിച്ചെടുക്കാൻ സഹായകരമാവുന്നതാണ്. അതുപോലെ വ്യാഴദശയിലുള്ളവരും മുപ്പട്ട് വ്യാഴ വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇതാണ് മുപ്പട്ട് വ്യാഴ വ്രതത്തിന്റെ പ്രാധാന്യം. എന്റെ ആസ്ട്രോളജി ചാനൽ MSV4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എല്ലാവർക്കും നന്മയും ഐശ്വര്യം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.